ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട് ഓച്ചിറ ആലമ്പിടിയിലാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 30+ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് പുതിയ കുറേ പ്ലാന്റ്സ് വന്നപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം നമ്മൾ ഈ കണ്ടതാണ് ആപ്പിൾ ചാമ്പ. അതിനകത്ത് ഇതേ 2-3 കൊലയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നതാണ്. ഇത് വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ട് കേട്ടോ. സ്റ്റാർ ഫ്രൂട്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന ജ്യൂസാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാടെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനും പാറും ലച്ചും പിന്നെ അപ്പുറത്ത് അശ്വതിയുണ്ട്. അശ്വതിയും എല്ലാവരും കൂടി ഇതൊക്കെ പറിച്ചെടുക്കുവാണ്. ലച്ചുവിന് ഭയങ്കര സന്തോഷേ. പിന്നെ ഇത് കിലോ പേരയാണ്, ജയൻ പേര എന്ന് പറയും. ഇതിനകത്തും ഫ്രൂട്ട്സ് ഒരുപാട് പേരയ്ക്ക പിടിച്ചിട്ടുള്ളതാണ്. പാർവതി പേരൊക്കെ കാണിക്കുവാണ്. ഇതെല്ലാം അമ്മയും ബ്രദറും കൂടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇത് സീതപ്പഴം എന്ന് പറയും, കസ്റ്റേർഡ് ആപ്പിൾ എന്നൊക്കെ പറയും. അപ്പോൾ അവരിങ്ങനെ ബാരലിനകത്ത് കറക്റ്റായിട്ട് വളമൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി ഒട്ടിച്ച്, പിന്നെ അപ്പുറത്തെ ശോഭനയൊക്കെ ഉണ്ട് ഹെൽപ്പിന്. ഇവർ 3 പേരും കൂടാണ് ഇതെല്ലാം നോക്കി ചെയ്യുന്നത്. പിന്നെ ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയും. ചെറിയാണ് നമ്മുടെ. ഇതിനകത്തും ഒരു 5-6 പൂ കണ്ടോ, പിങ്ക് കളറിലെ പൂവാണുള്ളത്. പിന്നെ അത് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ഫ്രൂട്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കായമാണ്. കായം ഞാൻ നേരത്തെ വീട്ടിൽ ഇത് വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പം ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ ഇത് റംബൂട്ടാനാണ്. എല്ലാത്തിനും പല ഗുണങ്ങളും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഒന്നും എടുത്ത് പറയാത്തത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. പുതിയ പ്ലാന്റ്സ് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ പ്ലാന്റൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ, നെല്ലിമരമാണത്. അതും ബാരലിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബെയർ ആപ്പിൾ എന്ന് പറയും. നല്ലൊരു ഫ്രൂട്ടാണ്, ബെയർ ആപ്പിളാണ് ഈ ഒരു ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് പുലാസാനാണ്, പുലാസാൻ അതിൻ്റെ പ്ലാന്റാണിത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ലച്ചുവും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ലച്ചുവിൻ്റെ വക ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് അവഗാഡോയുടെ ഒരു മരമാണ്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ വീഡിയോ അങ്ങ് എടുത്തേക്കാം. എന്തായാലും പുതിയ പ്ലാന്റ്സ് അതൊക്കെ നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എന്ന് കരുതി. ഇപ്പം ഈ നമ്മൾ കാണുന്നതാണ് കൊക്കോ പ്ലം എന്ന് പറയും, പ്ലം ആണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ കാണുന്നത് ഓറഞ്ച് ആണ് കേട്ടോ. ഓറഞ്ചിനകത്തും ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് പഴുത്ത ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമ്മൾ പുളിയുള്ളതോ കയ്പുള്ളതോ ആയിട്ടുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരം ഫീൽ ചെയ്യും. അതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് രസ്ന ഓറഞ്ച് ആണ്. ഇതിനകത്തും ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പം അതൊന്ന് ഇതായിട്ട് പുതിയ ഇലകളൊക്കെ കിളിച്ചു വരുന്നതേ ഉള്ളൂ, രസ്ന ഓറഞ്ച്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഈ കാണുന്നത് മങ്കോട്ട ദേവ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിനകത്ത് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്, പഴുത്തു വരുന്നുണ്ട്, 3-4 പഴുത്തു വരുന്നുണ്ട്. പഴുത്തത് ഞാനിപ്പോൾ പിച്ചിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. ഇത് നമ്മുടെ ഷുഗർക്കാർക്ക് ഇവിടുത്തെ അച്ഛനൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ള സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് സ്ട്രോബെറി പേരയാണ്. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇനിയും ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. മുകളിൽ മുന്തിരിയുണ്ട്, പപ്പായയുണ്ട്, പിന്നെയും പല ടൈപ്പിലെ മാവുണ്ട്. പിന്നെ ഏലം, ഗ്രാമ്പു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് ഇതെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് മാവാണ്, ഫ്രണ്ടിലുള്ള മാവ്. പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയൊരു മീൻകുളമാണ്. അവിടെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ താമരക്കുളമാണ്, ഇത് അവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇത് ചിക്കു ആണ്, സപ്പോട്ടയാണ്. പക്ഷേ ഇതിനെ ഒത്തിരി ഫ്രൂട്ട്സും ഒത്തിരി ബ്രാഞ്ചസും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒത്തിരി ഇങ്ങനെ സ്പ്രെഡായിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അധികം ഫ്രൂട്ട്സ് ഇല്ല, എന്നാലും ഉണ്ട്, 5-6 അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കുറച്ച് സ്ഥലമാണ്. ഇത് കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ കായലിൻ്റെ കുറച്ച് പോർഷനും നമ്മുടെ തന്നെയാണ്. വളവെന്നൊക്കെ പറയും, മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെയും അത്യാവശ്യം വാഴ കൃഷിയുണ്ട്. പിന്നെ ഇതുപോലത്തെ പ്ലാന്റ്സ് ഉണ്ട്, തെങ്ങുണ്ട്, എളുപ്പം കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് മുരിങ്ങയാണ്. വെറുതെ ഒരു കമ്പ് കൊണ്ട് വെച്ചതിനകത്ത് ഇപ്പം നല്ലപോലെ മുരിങ്ങ വന്നിട്ടുണ്ട്. അത് ആ കായൽ കാണുന്നതൊക്കെ വീട്ടിലെ ഒരു ഇത് തന്നെയാണ്. പിന്നെ ഇത് കാണുന്നത് ഈ ആദ്യം കാണുന്ന പ്ലാന്റ് സപ്പോർട്ടയും പുറകിൽ കണ്ടത് നമ്മൾ ആയൂർ ജാക്ക് എന്ന് പറയും, ഒരു പ്ലാവാണ് അത് കേട്ടോ.
ആയൂർ ജാക്ക്. പിന്നെ ഈ കാണുന്നത് വിയറ്റ്നാം ഡ്വാർഫ്, വിയറ്റ്നാം കുള്ളൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ പ്ലാവിൻ്റെ, അതാണ്. ഇതും അത് തന്നെയാണ്. ഇതിലെല്ലാം ദേ ചക്ക ആയി വീണിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ ചക്കയാവും. ഇതെല്ലാം തന്നെ ഞങ്ങൾ പുതിയതായിട്ട് വെച്ച വീട്ടിലും നമ്മൾ നട്ടിട്ടുണ്ട്. അതെല്ലാം മണ്ണിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് സാന്തോൾ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണ്, അതായത് നല്ല പൾപ്പുള്ള ഒരു ഫ്രൂട്ടാണ് സാന്തോൾ. പിന്നെ നമ്മൾ ഒരുപാട് വാഴ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയത്തില്ല, ഓരോന്നിൻ്റെ പേരെടുത്ത് പറയാനൊന്നും അറിയത്തില്ല, അതാണ്. പിന്നെ നമ്മൾ ആ കാണുന്നതാണ് ദുരിയാൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. അതൊരു തായ്ലൻഡ് ഫ്രൂട്ടാണ്, ചക്കയുടെ ഒരു ഇനം തന്നെയാണ്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്, പക്ഷേ അതിനൊരു മണം, അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്മെല്ലല്ല. പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത്. കുറേ തെങ്ങും തൈയും നട്ടിട്ടുണ്ട്. ഇതിലൊക്കെ കരിക്കായിട്ടുണ്ട്. ഇതെല്ലാം നാടൻ തെങ്ങാണ്. ഇത് ബെന്തൽപ്പള്ളി മാവാണ്, ആന്ധ്രാപ്രദേശിൽ കണ്ടുവരുന്ന ഒരു ഇനമാണ്. ഈ കാണുന്നത് ചീമപ്ലാവാണ്. ഇത് പുളിയാണ്. ഇതൊക്കെ താഴെ തന്നെയാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് അബിയു എന്ന് പറയും. അബിയു എന്ന് പറയുന്നത് ഏറ്റവും മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്, യെല്ലോ കളറിലെ ഫ്രൂട്ടാണ്. പിന്നെ ഈ ഒരു ബാരലിനകത്ത് കാണുന്നത് മരമുന്തിരി എന്ന് പറയും. ഇത് നമ്മുടെ മുന്തിരിയുടെ അതേ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെയാണ്, പക്ഷേ തടിയിലാണിത് ഇങ്ങനെ പിടിക്കുന്നത്, ഫ്രൂട്ട് പിടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്നത് വൈറ്റ് ഞാവലാണ്, വെള്ള നിറത്തിലെ ഞാവൽപ്പഴമാണ്. ഈ കാണുന്നത് ഇസ്രേലിയൻ അത്തിയാണ്. ഇതിനകത്ത് ഒരു ഫ്രൂട്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിലെ തെങ്ങിൻ തോപ്പിന് ഇടയിൽ കൂടി അങ്ങ് എത്താൻ പോകുന്നത് ഈജിപ്തിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈജിപ്ഷ്യൻ മാംഗോ. ഇത് ശരിക്കും ബഹറിൽ വെച്ച് കഴിച്ച ഒരു ഈജിപ്ഷ്യൻ മാംഗോയുടെ സീഡ് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചാണ് കേട്ടോ. ഇതൊരു ചെറിയ തേങ്ങയുടെ അത്രയും തന്നെ വലിപ്പമുള്ള മാങ്ങയാണ് ഇതിനകത്ത് കിളിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് പാകിസ്ഥാനി മാംഗോ, അല്ലെ പാകിസ്ഥാൻ മാംഗോ എന്നൊക്കെ പറയും. ഇതും അതേപോലെ സീഡ് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചെടുത്താണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കായലാണ്, വളവ് എന്നൊക്കെ പറയും. ഇവിടെ ഒരുപാട് മീനുണ്ട്. നമ്മളിവിടെ ചൂണ്ടയിട്ട് കരിമീനെയും അതേപോലെ അങ്ങനത്തെ കായലിൽ കിട്ടുന്ന മീനെയൊക്കെ പിടിച്ച് കറിയിച്ചും വറുത്തുമൊക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എപ്പോഴേലും ഞാനൊന്ന് ഇടാം. ഇവിടെ പാറു ലച്ചും ഭയങ്കര ഹാപ്പിയാണ്. അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയി. അവരിത് വെള്ളത്തിലേക്ക് കല്ലൊക്കെ പിറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ്. എനിക്കൊരു വിഷമമുള്ളത്, എനിക്ക് ചില ഫ്രൂട്ട്സ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ മെനക്കെട്ട് പോയി മുകളിലായതുകൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ കാണിക്കാം. മുന്തിരിങ്ങ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, എനിക്കൊന്ന് 2 ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ് ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്. അതിലൊക്കെ ഫ്രൂട്ടായി വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ്പൂ, ഏലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴേലും കാണിക്കുക. ഇത് നമ്മുടെ മുന്തിരിയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ. ഇത് ഫ്രൂട്ടായത്, ഇത് നമ്മൾ കഴിച്ചു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.